റിയാലിറ്റി ഷോ താരം ഷിയാസ് കരീമിനെതിരെ പരാതിയുമായി പ്രവാസി വ്യവസായ യുവതി പ്രണയം നടത്തി 65 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പ്രവാസി യുവതിയുടെ പരാതി പറയുന്നു. എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, വിവരങ്ങൾ. മാധു, പ്രവാസി വ്യവസായ യുവതിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് പ്രണയം നടിച്ച് ഷിയാസ് കരീം 65 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതായത് പ്രണയം നടിച്ച് തന്റെ വിശ്വാസം ആർജിക്കുന്നു. അതിനുശേഷം ജിമ്മിന്റെ നവീകരണ പ്രവർത്തനത്തിനെന്ന പേരിൽ 65 ലക്ഷം രൂപ വാങ്ങുന്നു. പിന്നീട് താൻ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞോടുകൂടി ഈ പണം തിരികെ ചോദിക്കുന്നു. അപ്പോൾ പണം തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് ഈ നഗ്ന ദൃശ്യങ്ങൾ ഫോൺ സൈറ്റിന് നൽകുമെന്ന് പറഞ്ഞ ഷിയാസ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ താൻ നിരന്തരം മാനസിക പീഡനത്തിന് ഇരയായെന്നുള്ള കൂടിയാണ് യുവതി ഈ പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. എന്തായാലും യുവതിയുടെ പരാതിയിൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഈ പരാതിക്കൊപ്പം തന്നെ ചില തെളിവുകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇൻസ്റ്റാഗ്രാം ചാറ്റുകളും ഒപ്പം തന്നെ വോയിസ് റെക്കോർഡും ഒപ്പം മറ്റ് അതായത് ഈ 65 ലക്ഷം കൈമാറിയതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. പാലാരിവട്ട പോലീസ് ഇത് വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ്. അതിനുശേഷമായിരിക്കും കേസെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ യുവതിയുടെ ഈ പുറത്തുള്ള പ്രവാസിയായ യുവതിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും പോലീസ് നടത്തുന്നു. അമ്പടെ കേമ സണ്ണിക്കുട്ട ഷിയാസിക്ക നമ്മൾ വിചാരിച്ചാണെന്നോ അല്ലല്ലോ. ആള് ഭയങ്കര ബെട പുള്ളിയാണല്ലോ. ചെറിയ കളികളൊന്നുമല്ല, ഇനി വലിയ കളികൾ മാത്രം. ബെട 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 65 ലക്ഷമൊക്കെയാണ്. ഒന്നും രണ്ടോന്നല്ലേ, 65 ലക്ഷമൊക്കെയാണ്. അതും ഫോൺ സൈറ്റിൽ കൊടുക്കും, ഫോട്ടോ കാര്യങ്ങളും എല്ലാം തന്നെ. അവിടെ വരെയൊക്കെ വലിയ പിടിയാ പുള്ളിക്കാരന്. എന്തൊക്കെ കേൾക്കണം. മനപ്പുറം കത്തി അമ്പും വില്ലും അവസാനം ആ പവനായി വീണ്ടും ശവമായ ഒരു അവസ്ഥ ആയിപ്പോയല്ലോടെ. എന്ത് പറയാനാന്ന് പറയാൻ. സംഘികൾക്ക് എന്തായാലും ഇതൊരു ആഘോഷരാവാണ്, അല്ലെങ്കിൽ തുള്ളിച്ചാടാൻ പറ്റിയ ഒരു വാർത്തയാണ് സംഘികൾക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ബീഫ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നത് മാസാവാൻ നോക്കി പാനിൻ്റെ ലെവലിൽ ഊക്ക് കിട്ടി ഏറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ വീണ്ടും പിന്നെ വന്ന് കുറേ മെഴുകി അങ്ങ് വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ വീണ്ടും അടുത്ത ഒരു 7ന്റെ അല്ല 16ന്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരിയുള്ള പണി വീണ്ടും കിട്ടിയിരിക്കുന്നു എന്ന് പറയും. കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഷിയാസിക്കയുടെ സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നു, പന്തിയല്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുപ്പത് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇങ്ങനെ പണികൾ ഓരോന്ന് ഇങ്ങനെ തുരുതുരാന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സമയം അത്ര ശരിയല്ല എന്നാണ് തോന്നുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ സമയദോഷേ, അല്ലാതെ എന്താ പറയാന്ന് പറയാം. എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണേ. പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമുണ്ടേ. ഷിയാസിക്ക എന്ന് പറയുമ്പോഴത്തേക്കും ഷിയാസിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള തരത്തിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല തോന്നുന്നു. ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. കമന്റ് വന്നതെന്ന് പറഞ്ഞാൽ എനിക്കതിലൊരു കൂലൊക്കെ സംഭവിക്കില്ല. ഇനിയിപ്പോൾ എൻ്റെ ഈ പഴയ ഞാൻ എവിടെയും പോയി പൊട്ടിച്ച വെടികളുടെ കണക്കെടുത്ത് വന്നാൽ പോലും എനിക്ക് വിഷയമല്ല. ആണുങ്ങളാണ് ചെയ്യുള്ളൂ. അരെ വാ എന്തൊക്കെയാണല്ലേ. പിന്നെ പെണ്ണ് കേസ് ഉണ്ടാക്കുമ്പോൾ അല്ലേ ആണുങ്ങൾക്ക് പണിയെന്ന് പറയുന്നത്. എന്നാൽ മാത്രമല്ലേ ആണായി മാറത്തുള്ളൂ പെണ്ണ് കേസ് ഉണ്ടാക്കിയ. എന്തൊരു ദുരന്തമാണ് ഈ, സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും വീണ്ടും അത് തെളിയിച്ചിരിക്കുകയാണ്. ഞാനൊരു വലിയ ദുരന്തമാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഷിയാസ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ഒരു ചെയ്ത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വാർത്തയോട് കൂടി തന്നെ ഷിയാസിക്കയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും തലപൊക്കിക്കൊണ്ട് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ സംഘികൾക്കിട്ട് കൊട്ടാനായിട്ടുള്ള വകുപ്പ് ഷിയാസിക്ക തന്നെ വീണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓൺലൈൻ മീഡിയാസിനെ കാണുമ്പോഴത്തേക്കും ഉള്ള ഒരു ചൊറിച്ചിലുണ്ട് ഷിയാസിന് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പറയുന്നതെല്ലാം പൊട്ടത്തരമായി മാറുമെന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവന്മാർ ഓരോന്നങ്ങിട്ട് ചോദിക്കും, എന്നിട്ട് അതിന് തക്കവണ്ണമുള്ള ഉത്തരങ്ങളും വാങ്ങിയിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ പടച്ചു വിടുമ്പോഴത്തേക്കും അതിൻ്റെ പണി 7ന്റെ തരത്തിലും 8ന്റെ തരത്തിലും 16ന്റെ തരത്തിലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഷിയാസിക തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിരുന്നു നമ്മൾ ആ ബീഫിൻ്റെ കാര്യത്തിൽ, ബീഫ് കഴിപ്പിക്കുന്ന കാര്യത്തിൽ വരെ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും അതിൽ ഷിയാസിക പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തു. പാൻ ഇന്ത്യൻ ലെവലിൽ ഊക്ക് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഇതാ അടുത്ത കേസ് കെട്ടുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഓൺലൈനിൽ സജീവമായി ഇരിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാക്കി നടക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തുരുതുരാന്നിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പടച്ച് ഇങ്ങനെ വിടത്തില്ലല്ലോ. എന്തായാലും ഇതൊരു 1.5 പണിയായി പോയി എന്ന് എടുത്ത് പറയേണ്ടി വരും. എന്തായാലും ഇനി ആരെ ചൊറിയാനാണ് ഷിയാസിക്ക വരുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം കേസും കാര്യങ്ങളൊന്നും തന്നെ ഷിയാസിക്കയ്ക്ക് പുത്തരിയല്ലെന്നാണ് തോന്നുന്നത്. കാരണം കേസ് വരും പോവും. ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക, ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഷിയാസിക്ക തന്നെ തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പരമ കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് പറയുന്നത് ഇത്യാദി ദുരന്ത ഡയലോഗുകളും ആ ഡയലോഗ് എന്താണ് പറയേണ്ടതെന്ന് പോലും പുള്ളിക്കാരന് ഒരു പിടുത്തവുമില്ല. എന്നിട്ട് അവസാനം 7ന്റെയും 8ന്റെയും 16ന്റെയും പണിയെല്ലാം വാങ്ങിച്ച് കൂട്ടിയിട്ട് അവസാനം ഇതാ പെണ്ണ് കേസും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ രംഗത്ത് വരുന്ന ഒരു തരം നീക്കമാണ് ഇപ്പോൾ ഷിയാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കഷ്ടമാണ്, പരമ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ആര്യയ്ക്ക് ചൊറിഞ്ഞ് മാസാവാനായിട്ട് പുള്ളിക്കാരൻ നോക്കുന്നുണ്ട്, അതെ, സംഘികളെ ചൊറിഞ്ഞ് മാസാവാനായിട്ട് പുള്ളിക്കാരൻ നോക്കുന്നുണ്ട്. പക്ഷെ നോക്കിയിട്ടും കാര്യമില്ല. കാരണം ഇപ്പോൾ ഏറിൽ കയറി മാസ് മാറിയിട്ട് ഇപ്പോൾ ഒരു കോമഡി പീസായിട്ട് മാറിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഷിയാസ് ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഇടുത്തി പോലെ അടുത്തൊരു കേസും കൂടി ഇപ്പോൾ തലയിലായിട്ടുണ്ട്.
ഇനി ഇതിൽ നിന്നും എങ്ങനെ തലയൂരി പുറത്തു വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.